നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ പോലെ കനകമലയിലേക്കുള്ള തീർത്ഥാടന യാത്രയാണ്. അതിന്റെ കുരിശിന്റെ വഴി ചെല്ലിയുള്ള തീർത്ഥാടന യാത്ര. അതിൽ ആദ്യത്തെ 7 സ്ഥലങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. ബാക്കി 7 സ്ഥലങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്റെ ചോര കുടിക്കാനുള്ള സാധനം ഉണ്ടോ, അങ്ങനെയല്ലേ പറയാ. ഒരു വെറൈറ്റി സാധനത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നു. വെറൈറ്റി വന്നിട്ടാ എന്റെ ചോര കുടിക്കാന്ന് തോന്നുന്നു അല്ലേ, അങ്ങനെയല്ലേ പറയാ നമ്മള്. ആളിത് എന്റെ അടുത്തേക്ക് ഓടിച്ചാടി നോക്കി തന്നെ ഇടുവാ. ഇതായിട്ട് വരരുതിട്ടാ, പാനിക്കാവരുത്, പേടിക്കരുത്. ചിലപ്പോ ചാടും, അതാണ് പറഞ്ഞത്. ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റൂട്ടാ. പുള്ളി ഇത് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. പുള്ളി എവിടേക്ക് പോണേന്ന് പറഞ്ഞാൽ എന്നെ നോക്കണ്ട. എന്റെ ചോര കുടിച്ചാ? അയ്യോ, എന്റെ ചോരയൊക്കെ കഴിഞ്ഞു. അപ്പൊ എല്ലാവരും ഒരു ഹായ് പറയൂ. നിങ്ങൾ എവിടെ നിന്ന് വരണേ? പേരാമ്പ്ര എന്നല്ലേ. മല കയറാൻ വന്നല്ലേ? ഇവിടെ തിരിച്ചു പോവോ? ഫുള്ള് കയറും അല്ലേ? നിങ്ങൾ ഇടയ്ക്ക് വരാറുണ്ടോ? ഇഷ്ടമാണോ? അപ്പൊ അടിപൊളി. അപ്പൊ നമ്മുടെ ചാനലിന്റെ പേരെന്നാ? ലിറ്റിൽ കിങ്ഡം ഓഫ് JOE. ഓക്കെ, നമ്മളങ്ങനെ 8ാം സ്ഥലത്തെ പ്രാർത്ഥനകൾ സ്റ്റാർട്ട് ചെയ്യണം. സ്ഥലം ഈശോമിശിഹാ യെരൂശലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ട് നാം ലോകത്തെ വീണ്ടും രക്ഷിച്ചു. യെരൂശലേമിന്റെ തെരുവുകൾ ശബ്ദാനമായി അവിടുത്തെ പേരിൽ അവർക്ക് അനുകമ്പ തോന്നി. ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു. സൈത്തിൻ കൊമ്പുകളും ജീവികളിക്കപ്പെടും. അവരവരുടെ കുട്ടികളും പട്ടിണി കിടന്ന് മരിക്കും. ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു. അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. എളിവരുടെ സങ്കേതമായ കർത്താവെ, ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, അങ്ങേ ദാരുണമായ പീഡകൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. അവയ്ക്ക് കാരണമായ ഈശോ ഞങ്ങളുടെ പാപങ്ങൾ ഓർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നുകൊണ്ട് ആഹാരം ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോടും ക്ഷമിക്കണേ. പ്ലോവത്തിൽപ്പെടുത്തരുത് ഞങ്ങൾ. നന്മ നിറഞ്ഞവരെ മെനക്കോസ്തി കർത്താവ് സ്ത്രീയിൽ അംഗീകരിക്കപ്പെട്ടവളാവുന്ന ഫലമായി ഈശോ കർത്താവ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളെ പ്രതിഷ്ഠിക്കണമേ. ഏകദേശം 8 സ്ഥലങ്ങൾ പിന്നിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മല കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വിശ്വാസത്തോടുകൂടി ചെല്ലാൻ പറ്റിയ ഇവിടുത്തെ മലയിലെ പ്രാർത്ഥന കുരിശുമല മുത്തപ്പോ പൊന്മല കയറ്റം. കുരിശുമല മുത്തപ്പോ കുരിശുമല മുത്തപ്പോ പൊന്മല കയറ്റം. അങ്ങനെ ഈ കുരിശുമല മുത്തപ്പോ പൊന്മല കയറ്റം എന്നുള്ള പ്രാർത്ഥന നമ്മൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് കയറുകയാണെങ്കിൽ നമുക്ക് ഈ മലകയറ്റം വളരെ സിമ്പിളായിട്ട് തോന്നും എന്നാണ് വിശ്വാസികൾക്ക് വേണ്ടി പറഞ്ഞതാണ്. കാഴ്ചകൾ ഒന്നും കൂടിയും ഭംഗിയായി വരണ നേരം വെളുത്ത് വരണ. നമ്മൾ വളരെ പതിയെയാണ് മലകയറ്റം ചെയ്യുന്നത്. ഇതുവരെ എത്തിയിട്ടില്ല. 8 സ്ഥലങ്ങൾ പിന്നിട്ടു. യാത്ര തുടരുകയാണ്. അധികം കയറി കുറച്ച് കഴിയുമ്പോൾ അധികം വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഇത് ഈസി ആയിട്ടുള്ളൊരു മലകയറ്റം തന്നെയാണ്. വഴി ചെറുതെന്ന് മാത്രമേ ഉള്ളൂ, കയറാനുള്ളത് ഇറങ്ങാനുള്ളത്. എട്ടാം സ്ഥലത്ത് ഇതേ വെള്ളമുണ്ട്. അവിടെ വെള്ളമൊക്കെ കണ്ടപ്പോൾ അന്നക്കുട്ടി വെള്ളം കുടിച്ച് മരത്തുമ്മ എത്തി. അപ്പോൾ നമ്മുടെ യാത്രയിലിടയ്ക്ക് പിള്ളേർക്കൊരു നേരം പോക്കൊക്കെ വേണ്ട. ആരും ഇത് അനുകരിക്കേണ്ട. ആവശ്യക്കാർക്ക് ഇങ്ങനെ കയറിയൊക്കെ നോക്കാം. അപ്പോൾ ഞങ്ങൾ 9ാം സ്ഥലത്തിലേക്ക് പോട്ടെ. ഓക്കെ. അപ്പോൾ ഇറങ്ങി നമുക്ക് അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി യാത്ര തുടരാം. ഞാൻ ഭയന്നു. എന്താ ഇനി ഇതേ 9ാം സ്ഥലത്തി. ഫെമി പറഞ്ഞ അവള് തളർന്നു. അവള് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ
പരിപാടികളൊക്കെ ചെയ്യണത്. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടില്ലാതില്ലത് അന്നക്കുട്ടിയൊക്കെ വയറ് പോലെ ചാടി കയറി പോകുന്നുണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ, എല്ലാവരും അത്യാവശ്യം എക്സസൈസും മാർഷൽ ആർട്ടൊക്കെ ചെയ്യുക. അപ്പോൾ ലൈഫിൽ എന്നും നമുക്ക് കൈകാലുകളൊക്കെ നന്നായിട്ട് അനങ്ങും. എന്ത് കാര്യങ്ങളും നമ്മുടെ മനസ്സ് വിചാരിക്കുന്നിടത്ത് ശരീരം എത്തുമെന്നുള്ള ഒരു മെസ്സേജ് കൂടി ഈ യാത്രയിൽ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഞങ്ങളുടെ യാത്ര 9ാം സ്ഥലത്തിലേക്ക് അടുത്തു കേട്ടോ. അങ്ങനെ 9ാം സ്ഥലത്തിലേക്ക് എത്തിയിട്ട് പ്രാർത്ഥനകൾ തുടങ്ങാം. 9ാം സ്ഥലം. ഈശോ 3-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാലെ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മുന്നോട്ട് നീങ്ങുവാൻ അവിടത്തേക്ക് ഇനി ശക്തിയില്ല. രക്തമെല്ലാം തീരാറായി. തല കറങ്ങുന്നു, ശരീരം വിറയ്ക്കുന്നു. അവിടുന്ന് അതാ നിലം പതിക്കുന്നു. സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ല. ശത്രുക്കൾ അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു. ബലി പൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല. അവിടുന്ന് നടക്കുവാൻ ശ്രമിക്കുന്നു. നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ എന്ന് ശാവലിനോട് അരുളി ചെയ്ത വാക്കുകൾ ഇപ്പോൾ നമ്മളെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്നു. ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ, അങ്ങേ പീഡകളുടെ മുന്നിൽ എൻ്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു. എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു. പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു. ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേ ഓർത്തു സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇങ്ങനെ പോകുന്ന വഴിയിൽ ഒരു കായാണോ പൂവാണോ എന്നറിയില്ല. എന്താ സംഭവം എന്ന് മനസ്സിലായാലേ അറിയാവുന്നൊരു പറയട്ടെ. മരത്തെ മേലെയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ 9ാം സ്ഥലം പിന്നിട്ട് അടുത്ത യാത്ര വീണ്ടും തുടരട്ടെ കേട്ടോ. വെറുതെ അടുത്ത് അധികം വഴികളില്ല. പെട്ടെന്ന് എത്തുന്ന പ്രതീക്ഷിക്കുകയാണ്. കയറാനുള്ള വഴികൾ ഇതുപോലെയൊക്കെ നന്നായിട്ട് കണ്ടോ പറ്റാവുന്നവരൊക്കെ വരിക. ഇതൊരു നല്ല അനുഭവമായിരിക്കും നോമ്പ് കാലത്ത്. ഏകദേശം 10ാം സ്ഥലമായിട്ടുണ്ട് കേട്ടോ. ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഗാഗുൽത്തായിലെത്തിയപ്പോൾ അവർ അവിടത്തേക്ക് മീറ കലർത്തി വീഞ്ഞു കൊടുത്തു. എന്നാൽ അവിടുന്ന് അത് സ്വീകരിച്ചില്ല. അവിടുത്തെ വസ്ത്രങ്ങൾ 4ആയി ഭാഗിച്ച് ഓരോരുത്തരും ഓരോ ഭാഗം എടുക്കുകയും ചെയ്തു. മേലങ്കി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു. അത് ആർക്ക് ലഭിക്കണമെന്ന് ചിട്ടിയിട്ട് തീരുമാനിക്കുമെന്ന് അവർ പരസ്പരം പറഞ്ഞു. എൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എൻ്റെ മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു എന്നുള്ള തിരുവെഴുത്ത് അങ്ങനെ അനർത്ഥമായി. രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച മിശിഹായെ, പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞുമാറ്റി അങ്ങേ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. 10ാം സ്ഥലം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അടുത്തത് കണ്ട 11ാം സ്ഥലം അടുത്ത് തന്നെയാണ്. അധികം ദൂരമൊന്നുമില്ല. പക്ഷെ കുറച്ച് കല്ലുകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും കയറാൻ പറ്റും. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ആയിരിക്കും. ഇവിടെ ഫെമിയൊക്കെ കയറി വരുന്നുണ്ട്. അന്നക്കുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. കുഴപ്പങ്ങളൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെള്ളത്തിൻ്റെ സോഴ്സൊക്കെ ഉണ്ട്. ആവശ്യക്കാർക്ക് വെള്ളമൊക്കെ കുടിച്ച് സമാധാനമായിട്ട് ഒക്കെ കയറാം. 11ാം സ്ഥലം. ഈശോ മിശിഹാ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ ആണികൾ തറയ്ക്കുന്നു. ആണിപ്പഴുതിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. ഉഗ്രമായ വേദന, മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ. എങ്കിലും അവിടുത്തെ അരുതരങ്ങളിൽ പരാതിയില്ല, കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരക്ഷകനായ കർത്താവെ, സ്നേഹത്തിൻ്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങേ ലോകം കുരിശിൽ തറച്ചു. അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങേ ദ്വേഷിച്ചു. യജമാനനേക്കാൾ വലിയ ഭൃത്യനില്ലെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയോടുകൂടി കുരിശിൽ തറയ്ക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ
11ാം സ്ഥലവും പിന്നിട്ട് 12ാം സ്ഥലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലിൻ്റെ കാര്യങ്ങൾ പറയാം. നമ്മുടെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പരമാവധി ആൾക്കാരൊന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഉണ്ടായാലാണ് വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഇത് കാണാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരുമിച്ച് മല കയറി കാഴ്ചകൾ ബാക്കിയുള്ളത് കണ്ടു തീർക്കാം. അങ്ങനെ അധികം ബുദ്ധിമുട്ടില്ല. 11ാം സ്ഥലത്ത് നിന്ന് നമുക്ക് 12ാം സ്ഥലം കാണാമായിരുന്നു. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് 12ാം സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി 2 സ്ഥലം കൂടി ബാക്കിയുള്ള 13ഉം 14ഉം. 12ാം സ്ഥലം. ഈശോമിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. 2 കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തറച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. മാതാവും മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിന് താഴെ നിന്നിരുന്നു. ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോടും അവിടുന്ന് അരുളി ചെയ്തു. 12 മണി സമയമായിരുന്നു. എൻ്റെ പിതാവേ, അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് അരുളി ചെയ്ത് അവിടുന്ന് മരിച്ചു. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടു. 3 മണിവരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറിപ്പോയി. ഭൂമി ഇളകി. പാറകൾ പിളർന്നു. പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ശതാധിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടുനിന്നിരുന്നവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട്. അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു. കർത്താവേ, അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു. അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി. എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും. ഞാനും ഒരു ദിവസം മരിക്കും. അവിടുന്ന് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ. എൻ്റെ പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി. ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. കുറച്ചൊരു ടഫ് ഏരിയ ആയിട്ടുണ്ട്. പക്ഷെ സ്ഥലം കഴിഞ്ഞു. ഇനി ടഫ് ഏരിയ എന്ന് പറയാനൊന്നും ഇവിടെ ഇല്ല. മരമൊക്കെ കാണാൻ നല്ല ഭംഗിയില്ല. വേരൊക്കെ ഇറങ്ങിയേക്കണം. ഇതൊരു ചെറിയ പാറ പോലെ ഉണ്ട്. ആ പാറയൊക്കെ നമ്മളിങ്ങനെ പതുക്കനാണ്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോഴാണ് ഇതൊരു വലിയ മലയും ഇതൊക്കെ. നമ്മൾ നടന്ന് കയറുമ്പോൾ അത്ര വലിയ സംഭവമായിട്ടും തോന്നില്ല. നേരൊക്കെ വെളുത്ത് വെയിൽ ഉദിച്ചു കിട്ടാ. പതിമൂന്നാം സ്ഥലം ഏകദേശം കണ്ടു തുടങ്ങി. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട ആൾക്കാർക്ക് എന്തായി കയറി ഇറങ്ങിയ നിങ്ങൾ? കുഴപ്പമൊന്നുമില്ല, സേഫായിട്ട് കയറി ഇറങ്ങിയില്ലേ? ഓക്കെ. അപ്പോൾ നമ്മളങ്ങനെ 13ാം സ്ഥലത്തിൻ്റെ ഇവിടെ 13ാം സ്ഥലത്തിൻ്റെ അടുത്തത് എമർജൻസി ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യക്കാർക്ക് ക്ലീനൊക്കെ ആയിട്ട് യൂസ് ചെയ്ത് വെച്ചാൽ മറ്റുള്ളവർക്കും ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാം കൊണ്ടും കുഴപ്പമൊന്നുമില്ല, ഇവിടെ സേഫാണ്. 3ാം സ്ഥലം. ഈശോമിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. പിറ്റേന്ന് ശാബതമാകും. അതുകൊണ്ട് ശരീരങ്ങൾ രാത്രി കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യൂതന്മാർ പറഞ്ഞു. എന്തെന്നാൽ ആ ശാബതം വലിയ ദിവസമായിരുന്നു. തന്മൂലം കുരിശിൽ തറയ്ക്കപ്പെട്ടവരുടെ കണങ്കാലുകൾ തകർത്ത് ശരീരം താഴെ ഇറക്കണമെന്ന് അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. ആകയാൽ പടയാളികൾ വന്ന് മിശിഹായുടെ കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കണങ്കാലുകൾ തകർത്തു. ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കണ്ടതിനാൽ അവിടുത്തെ കണങ്കാലുകൾ തകർത്തില്ല. എങ്കിലും പടയാളികൾ ഒരാൾ കുന്തം കൊണ്ട് അവിടുത്തെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. അനന്തരം മിശിഹായുടെ മൃതദേഹം
കുരിശിൽ നിന്നിറക്കി അവർ മാതാവിൻ്റെ മടിയിൽ കിടത്തി. ഏറ്റവും വ്യാകുലയായ മാതാവേ, അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും? ഉണ്ണിയായി പിറന്ന ദൈവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തതു മുതൽ ഗാഗുൽത്ത വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു. അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്തു. ജീവിത ദുഃഖത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളിവിടെ ഒരുപാട് ആൾക്കാരുടെ നിവേദനങ്ങൾ, പ്രാർത്ഥനകൾ, അതുപോലെ കൊന്ത വെന്തിങ്ങൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വിശ്വാസമുള്ളവർ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ 13-ാം സ്ഥലം പിന്നിട്ട് നമ്മൾ 14-ലേക്ക് കയറി. അധികം വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, സുഖമായിട്ട് കയറാവുന്നുള്ളൂ. ചെറിയ ചെറിയ പാറയും ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് പതുക്കെ കയറി ഇപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തും. ഇവിടെ ഒരു വലിയ ആൾക്കാർക്ക് തന്നെ നടക്കാൻ പറ്റാത്തടത്ത് നല്ലൊരു വലിയ കുരിശൊക്കെ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം 14-ാം സ്ഥലം എത്തിയപ്പോൾ ഫെമിയൊക്കെ അത്യാവശ്യം തളർന്നുണ്ട്, കുഴപ്പമില്ല. എന്നാലും 14 എത്തി. അന്നക്കുട്ടി അവിടെ ആദ്യം തന്നെ 14 അവിടുത്തെ സീറ്റ് പിടിച്ചിരിക്കുന്നുണ്ട്, ഞങ്ങളെയും വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഈ വലിയൊരു കുരിശ് കണ്ടപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വേണ്ട, ദൂരം വലിയ കുരിശനെ ഇവിടെ കൊണ്ടുവച്ചേക്കണേ. അങ്ങനെ ഫൈനലി ഞങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ കണ്ട 14 ഈശോമിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധന ചെയ്യുന്നു. എന്തുകൊണ്ടെന്ന് വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അനന്തരം പീലാത്തോസിൻ്റെ അനുവാദത്തോടെ റംസക്കാരനായ ഔസേപ്പ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു. 100 റാത്തലോളം സുഗന്ധക്കൂട്ടുമായി നിക്കോമോദേസും അയാളുടെ കൂടെ നിന്നിരുന്നു. യൂതന്മാരുടെ ആചാരമനുസരിച്ച് കച്ചകളും പരിമളദ്രവ്യങ്ങളും കൊണ്ട് ശരീരം പൊതിഞ്ഞു. ഈശോയെ കുരിശിൽ തറച്ചെടുത്ത് ഒരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. ശാബത ആരംഭിച്ചതുകൊണ്ടും കല്ലറ അടുത്തായിരുന്നതുകൊണ്ടും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു. അങ്ങ് എൻ്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങേ പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയുമില്ല. അനന്തമായ പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശിഹായെ, അങ്ങയോടുകൂടെ മരിക്കുന്നവർ അങ്ങയോടുകൂടെ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. മാമോദീസ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. രാവും പകലും അങ്ങേ പീഡാനുഭവത്തെക്കുറിച്ച് ചിന്തിച്ച് പാപത്തിന് മരിച്ചവരായി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. നന്മ നിറഞ്ഞ പറയുന്ന എനിക്ക് കർത്താവിന്റെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, കർത്താവ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവ് ഞങ്ങളുടെ ഹൃദയത്തിൽ നാഗത്തിൻ ദിവ്യകാന്തി സ്നേഹം തിരഞ്ഞിറങ്ങി പാവന സ്നേഹപ്രകാശതാരം നിന്നിച്ചു മർത്യന സ്നേഹത്തിടമ്പിനെ നിർദ്ദയം ക്രൂശിലേറ്റി. നന്ദിയില്ലാത്തവർ ചിന്തയില്ലാത്തവർ നാദ പൊറുക്കേണമേ. നിൻ പീഡയോർത്തോർത്തു കണ്ണീരൊഴുക്കുവാൻ നൽകേണമേ നിൻ വരങ്ങൾ. നിങ്ങൾ നോക്കിയ 14-ാം സ്ഥലവും കഴിഞ്ഞ് കുട്ടി മുകളിൽ കയറി ഫെമി മുകളിലെത്തി. എങ്ങനെയുണ്ട് ഫെമിയെ? 14 സ്ഥലം പിന്നിട്ടപ്പോൾ എന്താ പറയാനുള്ളത്? സേഫായിട്ട് എത്തിയാ? എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, അത്യാവശ്യം കണ്ണൊക്കെ തുറച്ചു അല്ലേ? വലിയ കുഴപ്പമില്ല. വീഡിയോയിൽ കാണുന്ന പോലെ കണ്ണു തുറക്കില്ല. അന്നെ ഇനിയുണ്ടോന്ന് ചോദിച്ചിട്ട് ഇതായിരിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല അല്ലേ? സേഫായിരുന്നു. നല്ല ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പാറായ്മ ഉണ്ടാവണത് അല്ലേ ഫെമി? അത് പാറായ്മ ഉണ്ടാവണത് തരം ഫംഗസ് അല്ലേ, പൂപ്പല്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ഇവിടെ വരുമ്പോൾ
നല്ല ഓക്സിജൻ ശ്വസിക്കാൻ താല്പര്യമുള്ളവർക്കും കനകമലയിലേക്ക് സ്വാഗതം. കണ്ടോ ഇവിടുത്തെ എല്ലാ പാറകളിലും ആ ഫംഗസ് ഉണ്ട്, ആ ഒരു പൂപ്പലിവിടെ ഉണ്ട്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇവിടെ നല്ല ശുദ്ധവായുവാണ്, അത്യാവശ്യം നല്ല ക്ലീനാണ് അല്ലേ? കണ്ടപ്പോ കേറണ വഴി ഇറങ്ങണ വഴിയും ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് കിടക്കണു. കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട് അല്ലേ? കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട്, കുടിവെള്ളം ഉണ്ട്. ആകെ പാത കുറച്ച് ഇടുങ്ങിയതാണെന്നുള്ളൂ. അത് നോക്കിയും കണ്ടും കയറിയ സേഫാണ് കനകമല. ഞങ്ങളിത് കനകമലയിലെ ദേവാലയം കുർബാനയൊക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ കനകമലയിൽ കാണാതെ. അതൊരു കുരിശൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാറുണ്ട്. നല്ല വലിയ ഉണ്ടം പാറകളുണ്ട്. ഇനി ശരിക്കുള്ള കനകമലയുടെ ഭംഗി, നല്ല മലയിടക്കാണ്, നല്ല അടിപൊളി അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും കനകമലയിലേക്ക് സ്വാഗതം. കനകമലയില് മല കയറി വന്ന ആൾക്കാരൊക്കെ റെസ്റ്റ് ചെയ്യുന്നു. അന്നക്കുട്ടി ഇതേ ഇവിടെ റെസ്റ്റ് ചെയ്യണു, ചെറുതായിട്ട് ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്നു. എല്ലാവരും ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളമൊക്കെ കുടിക്കുക, ബിസ്ക്കറ്റ് എടുക്കുക. ഇനി നമുക്ക് കാഴ്ചകൾ കണ്ടു തുടങ്ങാം കേട്ടോ. ഇത്തിരി നേരം വെളുത്തു പോയതുകൊണ്ട് അത്യാവശ്യം വെയിൽ വന്ന് അത്ര ക്ലിയർ ഇല്ലാന്ന് തോന്നുന്നു. എന്നാലും ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോഴും കോട ഇവിടെ നിൽക്കുന്നുണ്ട്. സമയം ഏകദേശം 8:45 കഴിഞ്ഞു. 9 മണിയിലേക്ക് അവറായിട്ട് രാവിലെ. പക്ഷെ കനകമലയുടെ ഭംഗിക്ക് കുറവൊന്നും വന്നിട്ടില്ല. ഇവിടെ ബാരിക്കേഡ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തൊന്നും പോണത് സേഫ് അല്ല. ഇത്രയുള്ള സേഫായിട്ട് നേരെ കുത്തനെയുള്ള താഴ്വാരാണ്. എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. രാവിലെ 6 മണിക്ക് വരികയാണെങ്കിൽ ഒരു 6:10 ആകുമ്പോൾ ഇവിടെ കുർബാന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുർബാനയൊക്കെ കാണാം. 6:10 വന്ന് കുർബാന 7 മണിക്ക് കഴിഞ്ഞാൽ ഒരു 7:30-7:45 ആകുമ്പോൾ താഴത്തെത്താം. അപ്പം നല്ല സേഫായിട്ട് ചൂടൊന്നും ഇല്ലാണ്ട് വന്ന് കയറി പോവാം. മല കയറി വരാനായിട്ടും ഈ നോമ്പ് കാലത്ത് ഇതൊക്കെ താല്പര്യമുള്ളവർക്ക്, അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ് കനകമല. യൂട്യൂബ് നോക്കിയില്ലെങ്കിൽ നമ്മുടെ യൂത്തന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റയിലെ പിള്ളേർ ഹായ് പറഞ്ഞു. അവർ കനകമലയിൽ മലയൊക്കെ കയറി വന്ന് റെസ്റ്റ് ചെയ്യണം. അടിപൊളിയാണ്. ഞങ്ങളുടെ കനകമലയിലേക്കുള്ള തീർത്ഥാടന യാത്ര വിചാരിച്ച സമയത്ത് മലമുകളിൽ കയറി എത്താൻ പറ്റിയില്ല. 6 മണിക്ക് ഒക്കെ എത്തണം എന്ന് വിചാരിച്ചാണ് സമയം. പക്ഷെ ഇപ്പോൾ 9 മണിയൊക്കെ കഴിഞ്ഞു. ഇതേ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട്. എന്നാലും വെയിൽ വന്നാലും കനകമലയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോഴും അടിവാരത്തൊക്കെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റുന്ന കോടയൊക്കെ ഉണ്ട്. അധികം വെയിലിന് ചൂടൊന്നും ഉണ്ടാവില്ല. നല്ല വെളിച്ചത്തിന് നല്ല ഭംഗിന്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്തത്. നല്ല അടിപൊളി കാഴ്ചകളും കൂടി നമുക്ക് കനകമല സമ്മാനിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അത്യാവശ്യം വെയിലൊക്കെ ആയി വന്നപ്പോൾ താഴത്തെ കാഴ്ചകൾ നമുക്ക് കുറച്ചും കൂടിയും ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഒരു പള്ളി കാണുന്നുണ്ട്. വെള്ളിക്കുളങ്ങര സൈഡാണെന്നാണ് പറഞ്ഞ് അറിയാവുന്നവർ കമൻറ്റ് ചെയ്താൽ മതി. എനിക്കറിയില്ല. വിചാരിച്ച പോലെ കാര്യങ്ങൾ അത്ര സമയബന്ധിതമായിട്ടൊന്നും നടന്നില്ല. സമയം രാവിലെ 9:30 ആയി. വെയിലൊക്കെ ആയി. ഞങ്ങളങ്ങനെ മലയിറക്കാണ്. മലയിറക്കത്തിൻ്റെ അധികം കാഴ്ചകൾ നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്നു. വീണ്ടും ആവർത്തന വിരസത വരും. ഫെമി അന്നക്കുട്ടിയും മുന്നിൽ പോയിട്ടുണ്ട്. ഞാൻ പോകുന്നു. മല ഇറങ്ങി. ഇനി അധികം മല ഇറങ്ങണ കാഴ്ചകൾ നമ്മൾ വീഡിയോയിൽ ഉണ്ടാവില്ല. കയറി പ്രാർത്ഥിച്ചു, ഭംഗിയായി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി സേഫായിട്ട് മല ഇറങ്ങണം. മല കയറുന്നതിനേക്കാളും കുറച്ച് ടഫായിട്ടുള്ള ടാസ്ക്കാണ് ഇറങ്ങണത്. അതുകൊണ്ട് അത് സൂക്ഷിച്ച് ഇറങ്ങണം. അധികം വീഡിയോ ഉണ്ടാവില്ല. നമ്മളിനി അടിവാരത്തെത്തിയിട്ട് അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയും കാര്യങ്ങളൊക്കെ കയറി അവിടെ പ്രാർത്ഥിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. ഇതൊക്കെ തന്നെയാണ് ഈ എപ്പിസോഡിൽ ഉണ്ടാവുക. താഴേക്ക് ഇറങ്ങുമ്പോഴാണ് കുറച്ചും കൂടി ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളവിടെ പോയി പോകും. അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകൾ ഇറങ്ങണതും കണ്ടു പോവാം. കുറച്ച് കാഴ്ചകൾ ഉൾപ്പെടുത്താം. ഈ കാഴ്ചകളൊക്കെ നമ്മൾ മെയിനായിട്ട്
ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്തവരുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ കണ്ടാലും അവർക്ക് കയറാൻ പറ്റാത്തവർ, വരാൻ പറ്റാത്തവരൊക്കെ ഉണ്ട്. അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഇറങ്ങുമ്പോൾ പരമാവധി ഷെയർ ചെയ്തോളൂ. ഇത് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ, അതുപോലെ ജീവിതത്തിൽ ഇത് വരാത്തവർ, വരാൻ താല്പര്യം ഉണ്ടായിട്ട് വരാൻ പറ്റാത്തവർ, അങ്ങനെ ഒരുപാട് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യാം. അത് ഇറങ്ങാനായിട്ട് കണ്ട അത്യാവശ്യം ടാസ്ക്കുള്ള വഴിയിൽ നമ്മളിങ്ങനെ ഇറങ്ങിപ്പോവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, കുട്ടിക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ, നിങ്ങൾ കാണുന്നവർ ഇഷ്ടമാവണമെങ്കിൽ ലൈക്കൊക്കെ തന്നോളൂ കേട്ടോ. അഡ്വഞ്ചറസ് ജേണിന് നമ്മൾ പ്രാർത്ഥനാപരമായിട്ട് കയറി ഇനി കുറച്ച് സമയമെടുത്താണ് ഇറങ്ങണം കേട്ടോ. കാരണം എല്ലാവർക്കും അതുപോലെ ഇറങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഇവിടെ എപ്പോഴും വെയിലൊന്നും വന്നിട്ടില്ല. സമയം രാവിലെ 9 മണിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ മല കയറാൻ പോയപ്പോൾ വടിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫെമി കയറണതും ഇറങ്ങണതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ആരോ കണ്ടറിഞ്ഞ് ഫെമിക്ക് ഇതേ ഒരു വടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫെമി ഹാപ്പി ആയിട്ട് മല ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആ വടി കൊടുത്ത ആരാണോ അവർക്ക് പ്രത്യേകം നന്ദി. ഇറങ്ങണതിൽ ഇവിടെ ഇങ്ങനെ ഇറങ്ങണ വഴിക്ക് ഇവിടെ ഇങ്ങനെ ചില ചെങ്കുത്തായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവരും കണ്ടിരിക്കുക. അത് കാരണം അത് ഒക്കെ ഇറങ്ങാൻ കുറച്ച് ടാസ്ക്കാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇറങ്ങണ വഴി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇറങ്ങണ വഴി എന്ന് പറയുമ്പോൾ കുറച്ച് ഇറങ്ങാനാണ് പാടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും കുറച്ചുണ്ട്. സേഫായിട്ട് വരുന്നവരൊക്കെ കയറണ പോലെ തന്നെ ഇറങ്ങാൻ ശ്രമിക്കുക. വിചാരിച്ച സമയത്തേക്കാളൊക്കെ കൂടുതൽ ഏകദേശം ഉച്ചയാവാറായിട്ട്, നിങ്ങൾ നോക്കിയ വീഡിയോയിൽ കാണുന്ന പോലെ വെയിലൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വെയിലൊക്കെ വന്നു. ദേ 3-ാം സ്ഥലമായിട്ടുള്ളൂ. നമ്മൾ ഇറങ്ങിയപ്പോൾ തീരും. നമ്മൾ താഴത്തെ നിന്ന് കയറിയ 1-ാം സ്ഥലത്തേക്ക് നമ്മൾ എത്താൻ പോകുന്നുണ്ട്. അപ്പോൾ അത് മുകളിൽ നിന്ന് കാണുമ്പോൾ എങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത്. മുകളിൽ നിന്ന് കാണുമ്പോൾ അത്യാവശ്യം പാറകളൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് നമ്മുടെ 1-ാം സ്ഥലത്തെ കാഴ്ചകൾ. അങ്ങനെ ഒരുപാട് നേരെടുത്ത് ഞങ്ങൾ ഏകദേശം ഉച്ചയാവാറായിട്ടാ ഞങ്ങളിതേ മല കയറി ഇറങ്ങി. അപ്പം അത്യാവശ്യക്കാർ ഇവിടെ വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു ഇതിൽ നിറച്ച് വടികൾ ഇരിക്കുന്നുണ്ട്. നമുക്ക് പറ്റില്ല തന്നെ ഇപ്പം കയറാനും ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നണവർ ഈ വടി ഇവിടെ നിന്ന് എടുത്തിട്ട് പോകണം. അതാണ് എനിക്ക് ആകെ പറയാനുള്ളത്. അപ്പോൾ എല്ലാം കഴിഞ്ഞത് ഞങ്ങൾ ഇറങ്ങി. എൻ്റെ ഫെമിയെ ഇറങ്ങാൻ പാടണം. ഓക്കെ, അന്നക്കുട്ടി ഇവിടെ 1 മണിക്കൂറായി വന്നിരിക്കുന്നു. ഉണ്ടാ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇവിടെ എത്തി. അങ്ങനെ കനകമലയോട് വിട പറഞ്ഞ് ഞങ്ങൾക്ക് പോകാൻ നേരമായി. പള്ളിയിലകത്ത് കയറി ഒന്ന് പ്രാർത്ഥിച്ച് ഈ കനകമലയോട് വിട പറഞ്ഞ് ഞങ്ങൾ യാത്രയാവാൻ പോണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.